ഇപ്പൊ നോക്കൂ, ഈ നേരത്തെ ഈ ഹോർമുസ് കടലിടുക്കിൽ വരുത്തിയ നിയന്ത്രണങ്ങളുടെ ആ ഒരു പ്രത്യാഘാതം ലോക രാജ്യങ്ങൾ അനുഭവിച്ചപ്പോ അതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിരുന്ന ഒരു രാജ്യമാണ് ചൈന. ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഈ ബ്ലോക്കേഡ്, ഈ ഉപരോധം അതിശക്തമായി ബാധിക്കും. സ്വാഭാവികമായും അവർ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ നിർബന്ധിതരാകും. ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒന്നുകിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ഇറാനെ അതിശക്തമായി സഹായിച്ചുകൊണ്ട് തന്നെ അമേരിക്കൻ ബ്ലോക്കേഡിനെ മറികടക്കുന്ന രൂപത്തിൽ ഇറാന്റെ പിന്നെ നാവിക സേനയ്ക്കും അതുപോലെ തന്നെ ഇറാന്റെ IRGCക്കും ഒക്കെ നേരിട്ട് തന്നെ അമേരിക്കൻ കപ്പൽപ്പടയെ ആക്രമിക്കാനുള്ള സൗകര്യങ്ങൾ ചൈന നേരത്തെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പല രൂപത്തിൽ. അതിൽ കൂടുതലായി അത്തരം സഹായങ്ങൾ തുടരാനുള്ള സാധ്യതയാണ് ഒന്ന്. റഷ്യ ആ അർത്ഥത്തിൽ വളരെ വ്യക്തമായി, പ്രത്യേകിച്ച് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ നിന്ന് അങ്ങനെ ആ അർത്ഥത്തിലുള്ള ഒരു എണ്ണ ഇറക്കുമതി റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത ഒരു രാജ്യമാണ് റഷ്യ. അതേ സന്ദർഭത്തിൽ ഇറാന്റെ മറ്റു പല സഹായങ്ങളും സഹകരണവും റഷ്യയുമായിട്ട് ഇറാനുണ്ട്. അത് തുടരുക എന്നല്ലാതെ ഈ പ്രശ്നത്തിൽ ഒരു നേരിട്ടുള്ള ഇടപെടലിന് റഷ്യ മുതിരും എന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇറാൻ പറഞ്ഞ വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ്. അതായത് ഞങ്ങളുടെ തുറമുഖങ്ങൾ സുരക്ഷിതമല്ലെങ്കിൽ അവർ നേരത്തെ തന്നെ ഉപയോഗിച്ചു പോരുന്ന ഒരു കാർഡാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ മറ്റു തുറമുഖങ്ങളും സുരക്ഷിതമായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളുടെ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളുടെ തുറമുഖങ്ങളെയും ഇറാൻ ഈ അർത്ഥത്തിൽ ആക്രമിക്കാനോ അല്ലെങ്കിൽ അതിനെ ഉപരോധിക്കാനോ ഒക്കെ ഇറാന്റെ ആ സാധ്യത, അതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഉപരോധം തുടർന്നു കൊണ്ടുപോകുന്നതിന് മുന്നിൽ വലിയ തടസ്സമാണ്. സ്ട്രാറ്റജിക്കലി അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നാണ്. ഈ ഉപരോധം കൂടുതൽ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരുമോ? രണ്ട്, ഇപ്പോൾ വെടിനിർത്തലിന്റെ പേരിൽ ആശ്വസിക്കുന്ന GCC രാജ്യങ്ങൾ പോലും വലിയ തോതിൽ ടാർഗറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത എന്തുമാത്രമാണ് എന്നുള്ളതുമാണ്.